നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമലയിൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന വാശിയിൽ നിന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം CPM പിന്മാറിയതാണ്. പിന്നീട് പല തീർത്ഥാടന കാലങ്ങൾ ഉണ്ടായെങ്കിലും 2018 അബദ്ധം കാണിക്കാൻ ഒരുങ്ങിയില്ല. എന്നാൽ സുപ്രീം കോടതിയിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും യുവതീ പ്രവേശനം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതിലും ടേൺ വരുന്നു. ഇതുവരെ നവോത്ഥാനത്തിനു വേണ്ടി വാതോരാതെ വാദിച്ചവർ പറഞ്ഞതും ചെയ്തതും ഒക്കെ മാറ്റി വിശ്വാസികളുടെ പക്ഷം ചേരുന്നു. വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിന്റെ തന്നെ ഒരു ഭാഗമാവും. കാരണം വിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ തന്നെ ഇതിനെതിരായി RSSും സംഘപരിവാർ വിഭാഗം ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി പരിശോധിച്ചാൽ നിങ്ങൾക്കെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു സംശയവും വേണ്ട. വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കരുത്. അതാണ് എന്റെ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല. വർഗീയവാദികളല്ലാതെ വിശ്വാസികൾക്ക് മുഴുവൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും അവർക്കെല്ലാം കടന്നു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും വേണം. അപ്പോൾ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന് തന്നെ ഭാഗമായിട്ടാണ് വിശ്വാസികളുടെ സംഗമം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയതിലുള്ള കാരണം വിശകലനം ചെയ്തപ്പോൾ കണ്ടെത്തിയ ഒരു പ്രധാന വസ്തുത ശബരിമല പ്രക്ഷോഭമാണ്. അയ്യപ്പ ഭക്തരെ കണക്കിലെടുക്കാതെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനത്തിന് എതിരെ നിലപാടെടുത്തത് കനത്ത തിരിച്ചടിയായെന്ന് പിണറായി സർക്കാരിന് ബോധ്യമായി. അതുവരെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനും സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കാനും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ക്രമസമാധാനം തകർന്നിട്ട് പോലും നടത്തിയ ഇടപെടലുകൾ പൊടുന്നനെ നിർത്തിവെച്ചു. സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി വന്നപ്പോൾ പക്ഷേ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും യുവതീ പ്രവേശനം അനുകൂലിക്കുന്ന സത്യവാങ്മൂലം തിരുത്തിയില്ല. എങ്കിലും രാഷ്ട്രീയമായി യുവതീ പ്രവേശനത്തിന് വേണ്ടി വാശി പിടിച്ചതുമില്ല. 2019 മുതലുള്ള മണ്ഡല മകരവിളക്ക് കാലം അങ്ങനെ തടസ്സമില്ലാതെ കടന്നുപോയി. ശബരിമല പ്രക്ഷോഭം മുതൽ BJP വോട്ടുകളിൽ ഉണ്ടാവുന്ന വർധനവ് കൂടി തിരിച്ചറിഞ്ഞായിരുന്നു ഇത്. പരസ്യമായ ഒരു നിലപാടിലേക്ക് പോകാനുള്ള തത്രപ്പാടാണ് ഇപ്പോൾ. അതിനായി അയ്യപ്പ സംഗമവും അതോടൊപ്പം നിയമപരമായും ഞങ്ങൾ അയ്യപ്പന്മാർക്കും ശബരിമലയിലെ വിശ്വാസത്തിനും ഒപ്പമാണെന്ന് വിളിച്ചു പറഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാനുള്ള ടേൺ. അതായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കൊണ്ട് ശബരിമല യുവതീ പ്രവേശനത്തിലെ സത്യവാങ്മൂലം തിരുത്തിക്കാൻ പോകുന്നു എന്ന സൂചന നൽകിച്ചത്. ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്താൻ ദേവസ്വം ബോർഡ് പരിശ്രമിച്ചു. അത് പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് പരിശ്രമിക്കും. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്യുന്ന പ്രശ്നം വികസനത്തിൻ്റെതാണ്. മറ്റേ വിഷയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ കയറി ഇപ്പോൾ കമന്റ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, സബ് ജുഡീസായി മാറും. അത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ചയില്ല. അങ്ങനെ ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുമില്ല. അത് വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും ഇപ്പം ഇല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന പ്രശ്നങ്ങളാണ്. അത് പിന്നീട് സർക്കാർ നിലപാടെന്താണെന്ന് കോടതി പറയുന്നതനുസരിച്ച് സത്യവാങ്മൂലം കൊടുക്കാൻ പറയാം. അപ്പോൾ കൂടി ആലോചിച്ച് ആ കാര്യത്തിൽ പറയും. വൈകിയാണെങ്കിലും അയ്യപ്പ വിശ്വാസികൾക്കൊപ്പം നിയമവഴിയിലും സർക്കാർ ചേരുകയാണെങ്കിൽ മറുപടി നൽകേണ്ട ഒട്ടേറെ വിഷയങ്ങളാണ് ബാക്കിയുള്ളത്. 2018 സ്വീകരിച്ച നിലപാട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നാണ്. റിവ്യൂ ഹർജിക്ക് പോകാൻ പോലും നിയമ തടസ്സമുണ്ടെന്നായിരുന്നു നിലപാട്. ജല്ലിക്കെട്ട് മോഡലിൽ നിയമം നിർമ്മിക്കാനുള്ള ആവശ്യം പോലും അംഗീകരിച്ചില്ല. ഒടുവിൽ റിവ്യൂ ഹർജി സുപ്രീം കോടതിയിൽ വന്നപ്പോഴും യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചു. ഇപ്പോൾ ഇതെല്ലാം തെറ്റായിപ്പോയെന്ന് തുറന്നു പറയുമോ? നിയമപരമായി വിശ്വാസികൾക്കൊപ്പം നിൽക്കാൻ അവസരമുണ്ടായിട്ടും വിനിയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? 2018 മണ്ഡല മകരവിളക്ക് കാലം വിശ്വാസികൾക്ക് മനോവേദന ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ക്രമസമാധാന പ്രശ്നമാക്കി വളർത്തിയത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയേ തീരൂ എന്ന സർക്കാരിന്റെ വാശിയാണ്. അത് തെറ്റായി പോയെന്ന തിരിച്ചറിവാണോ ഇപ്പോൾ ഉള്ളത്? CPM അന്നും ഇന്നും ഒരേ നിലപാടാണുള്ളത്. ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല.
CPIയും സ്ത്രീകളെ പ്രവേശനം എന്നുള്ളത് മാത്രമായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനാ? നിങ്ങൾക്ക് അത് ചോദിക്കുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ആ വിവാദത്തിന് വഴിക്കട്ടെ. ഞങ്ങൾ ആ വിവാദത്തിനില്ല. ഞങ്ങളത് വീണ്ടും കുത്തിപ്പൊക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന സാഹചര്യം എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾ അങ്ങനെ പച്ചേ പറയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളിലൊന്നും ഞങ്ങൾക്ക് വേറൊരു വ്യത്യസ്തമല്ല. അന്നും ഇന്നും ഒരേ നിലപാടാണ് പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിനെയാണ് തുടരുന്നത്. അത് ഒരു കാരണവശാലും വിശ്വാസികൾക്കെതിരല്ല. വിശ്വാസികളുടെ നിലപാട് സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് പാർട്ടി ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തലും ആചാരാനുഷ്ഠാനങ്ങളിലെ പരിഷ്കാരങ്ങളും സാമൂഹ്യ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് നയിക്കുമെന്നായിരുന്നല്ലോ അന്നത്തെ നിലപാട്. മന്നത്ത് പത്മനാഭനെയും ശ്രീനാരായണ ഗുരുദേവനെയും ഒക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നിലപാട്. നവോത്ഥാന വനിതാ മതിലും തീർത്തു. അതെല്ലാം മറന്നോ ഇപ്പോൾ? അതെല്ലാം തെറ്റായിരുന്നു. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റില്ലെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു. സുപ്രീം കോടതി വിധിക്ക് ശേഷം വനിതാ മതിലുണ്ടാക്കി സ്ത്രീ പുരുഷ സമത്വം ഉറപ്പിച്ചതുമാണ്. ഇതെല്ലാം തിരുത്തുകയാണെന്ന് പരസ്യമായി പറയുമോ? അന്ന് വനിതാ മതിലുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെ? അതിനെക്കുറിച്ച്, ആ വനിതാ മതിലിനെ കുറിച്ചൊക്കെ എന്താ സർക്കാരിന് പറയാനുള്ളത്? സർക്കാരിന്റെ പണം ഉപയോഗിച്ചാൽ അത് ചെയ്തത്. സർക്കാരിന്റെ പണം ഉപയോഗിച്ച് വനിതാ മതിൽ കെട്ടിപ്പടുത്തിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതേക്കുറിച്ച് ആ മതിൽ നടത്തിയത് തെറ്റായിരുന്നോ? പറയട്ടെ. ഇപ്പോൾ പറയേണ്ട സമയം ഇതാണ്. കേസുകൾ പിൻവലിക്കുന്നുണ്ടോ? എത്രയോ കേസുകളാണ്. എത്രയോ ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. എത്രയോ ആളുകൾ മർദ്ദനമേറ്റ് അംഗവൈകല്യം സംഭവിച്ച് ഇപ്പോഴും കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. ജീവൻ ബലി കൊടുത്തവരുണ്ട്. വീരമൃത്യു വരിച്ചവർ, അവരുടെ കുടുംബങ്ങൾ വല്ല നഷ്ടപരിഹാരം കൊടുത്തോ? ഈ കേസുകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിരപരാധികളായിട്ടുള്ള അവർക്കെതിരെയാണ് കേസ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഏകപക്ഷീയമായി ഇവിടെ ഇപ്പോൾ ഒരു അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ പുറപ്പെട്ടിരിക്കുകയാണ്. അതിലാണ് സംശയം. ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല. അതാണ്. സുപ്രീം കോടതിയിൽ ഇവർ നൽകിയിട്ടുള്ള അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ദേവസ്വം ബോർഡും സർക്കാരും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാട് ഇതുവരെ പുറകോട്ട് പോയിട്ടില്ലല്ലോ. ആ നിലപാടിൽ എന്തുകൊണ്ടാണ് പുറകോട്ട് പോകാത്തത്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇപ്പോഴും അതാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമം ഈ പറയുന്നത് പോലെ ആത്മാർത്ഥമാണ് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് ശബരിമല അയ്യപ്പ ഭക്തന്മാരോട് സാഷ്ടാംഗം മാപ്പ് പറഞ്ഞിട്ട് വേണം ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കേണ്ടത്. വിശ്വാസികളുമായല്ല ഏറ്റുമുട്ടുന്നത്, മറിച്ച് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരെയാണ് എതിർക്കുന്നത് എന്നായിരുന്നല്ലോ BJPക്കും സംഘപരിവാറിനും കോൺഗ്രസിനും എതിരായ ശബരിമല വിഷയത്തിലെ നിലപാട്. യുവതീ പ്രവേശനത്തെ എതിർത്ത് ഇനി നിലപാട് മാറ്റുമ്പോൾ അന്ന് സംഘർഷമുണ്ടാക്കിയവർ പറഞ്ഞതിനെ അംഗീകരിക്കലാവുകയല്ലേ? അതല്ലാതെ പിന്നെ മറ്റെന്താണ്? ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നിട്ടും അത് നടപ്പിലാക്കാൻ ബാധ്യതയുണ്ടെന്ന് എന്തുകൊണ്ട് തോന്നിയില്ല? മറിച്ച് ശബരിമല വിധിയിൽ മാത്രം കടുംപിടുത്തം. ആ വാശി തെറ്റായിപ്പോയെന്ന് സമ്മതിക്കുന്നു. ശബരിമല പ്രക്ഷോഭത്തെ സുവർണ അവസരമായി കണ്ടവർക്ക് വഴിയൊരുക്കിയതിലും അതിലൂടെ അവർക്കുണ്ടായ നേട്ടത്തിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ശബരിമലയുടെ പൗത്രത കളയാതെ, അത് ഒരു രാഷ്ട്രീയ ചർച്ചയും വിവാദം സൃഷ്ടിക്കാതെ അതിന്റെ പൗത്രതയെ സൂക്ഷിക്കാൻ എല്ലാ രാഷ്ട്രീയത്തിലും ഒരു ശബരിമലയെ അതിന്റെ പൗത്രത സൂക്ഷിക്കാൻ അഭിപ്രായ സമന്വയത്തോടുകൂടി മുമ്പോട്ട് പോകണം. അതിന് പിണറായി ഗവൺമെന്റ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനെ വെട്ടുക, വേഷമുള്ളത് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയല്ല വേണ്ടത്. ഒരു വിവാദ ഭൂമി ആക്കരുത്. ഒരു ജനം ഇത് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ടും ഈ സംഗമത്തെയും സ്വീകരിച്ചു കഴിഞ്ഞു, ശബരിമലയും സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിൽ നിൽക്കുന്നവൻ മഴവെള്ളച്ചാട്ടത്തിനെതിരെ പഴമറവും കൊണ്ട് നടക്കുന്ന പോലെ ആയിരിക്കും. NSSും SNDPയും അയ്യപ്പ സംഗമത്തിന് ക്ഷണം സ്വീകരിച്ചത് സർക്കാരിന് നേട്ടമാണ്. വിശ്വാസം സംരക്ഷിക്കുമെന്ന ഉറപ്പിലാണ് 2 സംഘടനകളും സഹകരിക്കാൻ തീരുമാനിച്ചത്. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്താൻ നിയമോപദേശം തേടിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചത് 2 ഹൈന്ദവ സംഘടനകളുടെയും സഹകരണവുമായി ചേർത്ത് വായിക്കാം. നവോത്ഥാന വനിതാ മതിലിന് ഒപ്പം അണിചേർന്ന പലർക്കും സർക്കാരിൻ്റെ നിലപാട് മാറ്റത്തിൽ പ്രതിഷേധമുണ്ട്. KPMS ഇക്കാര്യം തുറന്നു പറഞ്ഞു. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ മുൻ കൺവീനർ പുന്നല ശ്രീകുമാർ സർക്കാർ ചെയ്യുന്നത് മണ്ടത്തരമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ച് അയ്യപ്പ സംഗമത്തിൽ ചേർക്കാനുള്ള തന്ത്രത്തിൽ പക്ഷേ UDF വീണില്ല.
തന്ത്രപരമായ അകലം പാലിച്ചത് 2 ചോദ്യങ്ങൾ ചോദിച്ചാണ്. ഒന്ന്, യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള സത്യവാങ്മൂലം പിൻവലിക്കുമെന്ന് പരസ്യമായി പറയുമോ? 2, ശബരിമല പ്രക്ഷോഭകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കുമോ? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? രണ്ടാമത്, അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ, നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? അതും ഒരു രാഷ്ട്രീയമായി പണം ദുർവ്യയം ചെയ്യുന്ന രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ആ വികസന സദസ്സുമായി യോജിപ്പിക്കാൻ പറ്റില്ല. വിശ്വാസികളും പുരോഗമനക്കാരും എന്ന രീതിയിൽ ശബരിമല വിധിക്ക് ശേഷം 2 പക്ഷത്തായി നിന്ന് വാഗ്വാദം നടത്തിയവരിൽ നിന്ന് സർക്കാരും വിശ്വാസിപക്ഷം ചേരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ്. പക്ഷേ അത് സർക്കാരിനെതിരായ അവിശ്വാസമാവുകയാണ്. അതിന് കാരണം മറച്ചുപിടിക്കലാണ്. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമാണെന്ന നിലപാടിന് വിശ്വാസ്യത കിട്ടണമെങ്കിൽ ദേവസ്വം ബോർഡും സർക്കാരും യുവതീ പ്രവേശനത്തെ എതിർക്കുന്നുവെന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ നിലപാടിലേക്ക് പോകുന്നുണ്ടോ എന്ന് തുറന്നു പറയണം. അതല്ലാതെ അർദ്ധവിരാമത്തിൽ നിർത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മുന്നിൽ നിർത്തിയും അയ്യപ്പ സംഗമം നടത്തിയും അല്ല വിശ്വാസ്യത തെളിയിക്കേണ്ടത്. ഒരേ സമയം വിശ്വാസികൾക്കൊപ്പമെന്നും ലിംഗസമത്വത്തിനൊപ്പമെന്നും ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ കഴിയില്ല. ഒന്നിൽ ഉറച്ചു നിൽക്കണം. ദേവസ്വം മന്ത്രി VN വാസവനും സർക്കാർ നിലപാട് തിരുത്തുമോ ഇല്ലയോ എന്ന് തുറന്നു പറയുന്നില്ല. കോടതിയിൽ വരുമ്പോൾ ആലോചിച്ച് തീരുമാനിക്കാം എന്ന് ദേവസ്വം മന്ത്രി പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, വനിതാ മതിലും നവോത്ഥാനവും ലിംഗസമത്വവും ഒന്നും ഇനി ഉച്ചത്തിൽ പറയില്ല. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റില്ല എന്നും വീമ്പടിക്കില്ല. മറിച്ച് അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ് 2 വള്ളത്തിൽ നിൽക്കും. എല്ലാം അടഞ്ഞ അധ്യായമെന്ന് പറഞ്ഞ് മറക്കാവുന്നതല്ല ശബരിമല വിഷയത്തിൽ സർക്കാരും LDFും കാട്ടിക്കൂട്ടിയത്. 2019 മുതൽ നിലപാടിൽ മാറ്റം വരുത്തിയെന്ന സൂചന കിട്ടിയിരുന്നെങ്കിലും ഇപ്പോഴാണ് ആചാരാനുഷ്ഠാനത്തിൽ മാറ്റം വരുത്താതെയുള്ള സത്യവാങ്മൂലം നൽകുമെന്ന് പറയുന്നത്. അതായത് ഇരട്ടത്താപ്പിൽ നിന്ന് മാറി വ്യക്തമായ നിലപാടിലേക്ക് വരുന്നു. ആർപ്പോ ആർത്തവത്തിൽ നിന്ന് റെഡി ടു വെയിറ്റിലേക്കുള്ള നിലപാട് മാറ്റം. എല്ലാം വോട്ടുറപ്പിക്കാൻ. ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ്. ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്നേ. ഞാൻ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചർച്ചയില്ല. അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയത് ധാർമ്മിക വിജയമെന്ന് വീമ്പ് പറയുമ്പോൾ എന്തിനാണ് നിയമസഭയിൽ മാങ്കൂട്ടത്തിൽ വരുന്നതിനെ കോൺഗ്രസ് ന്യായീകരിക്കുന്നത്? പരാതി ഒന്നും കിട്ടാത്തതിനാൽ അടുത്ത ഘട്ട നടപടിയിലേക്ക് കോൺഗ്രസ് പോകുന്നില്ല. ഒരു പരാതിയും ഇല്ലാതെ തന്നെ പാർട്ടിക്കാരനല്ലാതാക്കിയെന്ന കാര്യം ആവർത്തിച്ച് പറയുന്നു. അതിനിടെയാണ് സസ്പെൻഷനിലായ യുവ നേതാവ് ഇപ്പോഴും കോൺഗ്രസിൽ ഉണ്ടെന്ന തരത്തിലുള്ള നേതാക്കളുടെ പ്രതികരണം. ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കണം. ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു, അതിനുശേഷം വേറെ ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ. പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് അത് എത്ര കാലം ഉണ്ടാകണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് ഇതുപോലെ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് അത് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ആ തീരുമാനങ്ങൾ എത്ര നാൾ രാഹുലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതല്ല MLA സ്ഥാനം ഒഴിയാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം തൽക്കാലം ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിച്ചു. ആ ചെറുപ്പക്കാരൻ അത് സ്വീകരിച്ചു. അത് ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് സ്വീകരിച്ചത് പാർട്ടിയുടെ നിർദ്ദേശാനുസരണം സ്വീകരിച്ചതാണ്. അതിന് ഇനിയൊരു പുനരാലോചന വരിക എല്ലാവരുമായി ആലോചിച്ച് മാത്രമേ അതുണ്ടാകൂ. CPM-നേക്കാൾ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടികൾ എന്ന അഭിനന്ദനം ഏറ്റുവാങ്ങുന്നതിനിടെയാണ് സസ്പെൻഷൻ പ്രഹസനം എന്ന രീതിയിലുള്ള പ്രതികരണം. അടൂർ പ്രകാശിൽ നിന്നാണ് ആദ്യം ഉണ്ടായത്. ഒറ്റപ്പെട്ടതോ നാക്കുപിഴയോ അല്ലെന്ന് തുടർ പ്രതികരണങ്ങളും സൂചന നൽകി. സണ്ണി ജോസഫും MM ഹസനും K മുരളീധരനുമൊക്കെ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ വരുന്നതിനെ സ്വാഗതം ചെയ്തു. രാജി തീരുമാനിക്കേണ്ടത് വ്യക്തിയാണ്.
MLA സ്ഥാനം രാജിവെക്കാൻ പാർട്ടിക്കല്ല, വ്യക്തിക്കാണ്. MLA സ്ഥാനം കൊടുക്കുന്ന ജനങ്ങളാണ്, ടിക്കറ്റ് കൊടുക്കുന്നതാണ് പാർട്ടി, ജയിപ്പിക്കുന്ന ജനങ്ങളാണ്. അങ്ങനെ രാജിവെച്ചാൽ നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ ആ ഘട്ടത്തിൽ അത് തിരികെ കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് നോമിനേറ്റഡ് പോസ്റ്റല്ല, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പോസ്റ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ ചെന്നാൽ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ആണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ, ഭരണകക്ഷിയുടെ ആൾക്കാർ ചിലപ്പോൾ പൂവൻകോഴിയുടെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ നിന്ന് മുകേഷ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, ശശീന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദം ഉണ്ടാവും. അങ്ങനെയുള്ള ചില ശബ്ദങ്ങളല്ലാതെ മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല. അവിടെ ശരിക്കുള്ള കോഴികളുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അവരുടെ പേരിൽ റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ട്. 2 കംപ്ലൈന്റ് മുകേഷിനെതിരായിട്ടുണ്ട്, ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് റിട്ടേൺ കേസില്ല, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയിൽ പങ്കെടുക്കുന്നതിന് ഒരു തകരാറുമില്ല. അവർക്കൊക്കെ സ്വതന്ത്രമായ അഭിപ്രായം പറയാം. പക്ഷേ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. നാണവും മാനവുമുള്ള ഒരു ഗവൺമെന്റിന് ഇങ്ങനെ ആരും പരാതി പറയാത്തൊരു കാര്യത്തിൽ, ആരും കേസ് കൊടുക്കാത്തൊരു കാര്യത്തിൽ അന്വേഷിക്കാൻ വയ്ക്കുകയാണ്. വെച്ചോളൂ, ഞങ്ങൾക്കാർക്കും ഒരു പരാതിയുമില്ല. പക്ഷേ ഈ സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടി സ്ത്രീപക്ഷ നിലപാടിനെ കുറിച്ച് സംസാരിക്കരുത്. തെളിവുകൾ നിഷേധിക്കാൻ കഴിയാത്തതിനാലാണ് കോൺഗ്രസ് പാർട്ടിക്ക് കൂടെ കൂട്ടാനാവാത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തത്. ഹൃദയവേദനയോടെയാണ് സസ്പെൻഷൻ എന്ന് സതീശൻ പറയുകയും ചെയ്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാലോ എന്ന ആശങ്കയിൽ MLA സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെട്ടതുമില്ല. പാർട്ടി നൽകിയ പദവിയല്ല, ജനങ്ങൾ നൽകിയ സ്ഥാനമാണെന്ന വിശദീകരണവും. സമാന രീതിയിൽ ആരോപണം നേരിടുന്ന MLA-മാരെ സംരക്ഷിക്കുന്ന CPM-ന്റെ നിലപാടിനെ ധാർമ്മികമായി നേരിടാനും കോൺഗ്രസിന് കഴിഞ്ഞു. അന്നേ ഇതിൽ സംശയം പ്രകടിപ്പിച്ചവരുടെ സംശയം ബലപ്പെടുത്തുന്നതായി ഒരാഴ്ചയായപ്പോൾ നേതാക്കളുടെ പ്രതികരണം. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കട്ടെ എന്നോ, ഞങ്ങൾക്കതേക്കുറിച്ച് ഒന്നും പറയാനില്ല, അതേക്കുറിച്ച് കാര്യമില്ല എന്നോ അല്ല കോൺഗ്രസ് നിലപാട്. മുഴുവൻ നേതാക്കളുടെയും അല്ലെങ്കിലും മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തതാണെന്ന് പോലും മറന്നാണ് ഇപ്പോഴത്തെ പ്രതികരണം. പാർട്ടിയിലോ പോലീസിലോ ഒരു പരാതിയും വന്നിട്ടില്ല എന്ന വിശദീകരണവും. അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു നടപടി? എൽദോസ് കുന്നപ്പള്ളിക്കും വിൻസെന്റിനുമെതിരായ നടപടിയെടുക്കാതെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും കഴിഞ്ഞല്ലോ. രാഹുലിനെതിരെ ഉയർന്ന ആരോപണം പരാതി ഇല്ലാഞ്ഞിട്ട് പോലും തെറ്റാണെന്ന് പറയാനും ഒറ്റക്കെട്ടായി സംരക്ഷിക്കാനും കഴിയാത്തതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. എന്നിട്ട് പരാതിയൊന്നുമില്ലാതെ പുറത്ത് നിർത്തിയില്ലേ? നിയമസഭാ സമ്മേളനത്തിൽ വരട്ടെ, അപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് കോഴി കൂവട്ടെ, അപ്പോൾ ഞങ്ങൾ തിരിച്ചു കൂവും, പൂച്ച കരയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാങ്കൂട്ടത്തിലിനെതിരെ എടുത്ത നടപടിയുടെ അന്തസ്സ് കുറയ്ക്കുകയാണ് കോൺഗ്രസ്. മാങ്കൂട്ടത്തിലിനെ ഉപയോഗിച്ച് കടന്നപ്പള്ളിയെയും മുകേഷിനെയും ഒക്കെ നേരിടാനുള്ള തന്ത്രം. MLA സ്ഥാനത്ത് പോലും ഇരുത്തരുതെന്ന് പരസ്യമായി പറഞ്ഞ വനിതാ നേതാക്കളെ പോലും തള്ളിപ്പറയുന്ന രീതിയിലാകുന്നു നേതാക്കളുടെ ഈ വിശദീകരണം. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ നാണക്കേടിലാക്കുന്നതായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം. സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുവന്ന് പോലീസുകാർ വട്ടം കൂടി നിന്ന് മാറി മാറി പ്രഹരിക്കുന്ന ദൃശ്യം പുറത്തു വരാതിരിക്കാൻ കാണിച്ച കള്ളക്കളിയും വെളിച്ചത്തായി. പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേരാത്ത വിധത്തിൽ പെരുമാറുന്ന ഇത്തരം പോലീസുകാർ സേനയ്ക്ക് തീരാ കളങ്കമാണ്. ഇവർക്ക് എങ്ങനെ പോലീസിൽ പ്രധാന തസ്തികകളിൽ തുടരാനാകുന്നു? ഉത്തരം പറയേണ്ടവർ ഒറ്റപ്പെട്ട സംഭവമാക്കി പൊതുജനങ്ങളെ കളിയാക്കുന്നവരായിപ്പോയി. ഈ ദൃശ്യങ്ങൾ പോലീസിലെ ഇടിമുറി മർദ്ദനത്തിന്റെ നേർചിത്രമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ സുജിത്തിനെ രാത്രി പിടിച്ചുകൊണ്ടുവന്നത് പോലീസ് കുറച്ച് ചെറുപ്പക്കാരെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇടപെട്ടത് പക്ഷേ പോലീസിലെ ഇടിയന്മാർക്ക് ദഹിച്ചില്ല. കുന്നംകുളം SI നുഹ്മാൻ സുജിത്തിനെ പിടിച്ച് ജീപ്പിലിട്ട് പൊതിരെ തല്ലി. പോലീസ് സ്റ്റേഷനിലേക്ക് ഇറക്കിയത് ഉടുമുണ്ട് പോലുമില്ലാതെ. CPO-മാരെ വിളിച്ച് കൂട്ടം ചേർന്ന് പ്രഹരിക്കൽ. എന്താണ് കുറ്റം? അറിയില്ല.
മദ്യപിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത്രേ. പിറ്റേന്ന് വൈകിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിക്കുന്നതുവരെ ഒറ്റയ്ക്കും കൂട്ടത്തോടെയും മർദ്ദിച്ചു. അടിച്ച് ചെവിക്കല്ല് പൊട്ടിച്ചു. മദ്യപിച്ചില്ലെന്ന് ബോധ്യമായതിനാൽ ജാമ്യം കിട്ടി. എന്നിട്ടും പോലീസ് ഭീകരത തുടർന്നു. ഗുണ്ടാ പട്ടികയിൽപ്പെടുത്താനും കാപ്പ ചുമത്താനും നീക്കം. സുജിത്ത് നിയമ പോരാട്ടത്തിനിറങ്ങിയതാണ് ദൃശ്യങ്ങൾ പുറത്തു വരാൻ കാരണമായത്. അല്ലെങ്കിൽ ഇത് ലോകം അറിയില്ലായിരുന്നു. മർദ്ദിച്ചതിനേക്കാൾ ഭീകരമാണ് മറയ്ക്കാൻ നടത്തിയ ശ്രമം. പരാതി കൊടുത്തിട്ടും സ്വീകരിച്ചില്ല. ദൃശ്യങ്ങൾ കുന്നംകുളം സ്റ്റേഷനിൽ നിന്ന് മാറ്റുകളഞ്ഞു. ഈ പ്രതികളെ, ഈ ക്രിമിനൽ പ്രതികളെ, കാക്കി ഉടുപ്പ് ധരിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കുറ്റകരമായ നിലപാടാണ് കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. തൃശ്ശൂരിലെ പോലീസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് അദ്ദേഹം 15/6/23 ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അന്നത്തെ SP-ക്ക് കൃത്യമായി ഈ സുജിത്തിന് പോലീസ് SI-യുടെയും കോൺസ്റ്റബിൾമാരുടെയും കയ്യിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. ഇവര് പോലീസ് സേനയിൽ അംഗങ്ങളായി തുടർന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് അർഹതയില്ല. തുടരും സിനിമയിലെ ജോർജ് സാറുമാരെ പോലെയാണ് കേരളത്തിലെ പോലീസ് ഏമാന്മാർ. ഇപ്പോ കാണുമ്പോൾ റീൽസ് എടുത്ത് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നന്മ മരങ്ങളായി അഭിനയിക്കുന്ന ഈ പോലീസ് ഏമാന്മാർ യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷന്റെ അകത്ത് പെരുമാറുന്നത് അത്യന്തം നീചമായിട്ടാണ്, ക്രൂരമായിട്ടാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇതുപോലുള്ള നീചന്മാരെ കൊണ്ട് ഈ കേരളത്തിലെ പോലീസ് സേനയെ ഇവിടെ തുടരാനാണ് ഭാവമെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആഭ്യന്തര അന്വേഷണത്തിൽ പോലീസുകാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടും സൗകര്യപ്രദമായ രീതിയിൽ സ്ഥലം മാറ്റം നൽകി സഹായിച്ചു. ജനമൈത്രി പോലീസ് എന്നും ജനങ്ങളാണ് യജമാനന്മാർ എന്നും വീമ്പ് പറയുന്നവർ ഇതൊക്കെ കാണണം. ഈ ദൃശ്യങ്ങൾ പോലീസിലെ മേലാളന്മാർ നേരത്തെ കണ്ടതാണ്. ഒന്നും സംഭവിച്ചില്ല. SI നുഹ്മാൻ, CPOമാരായ സജീവൻ, S സന്ദീപ്, ശശീന്ദ്രൻ എന്നിവരാണ് പോലീസിലെ ഈ ഇടിവീരന്മാർ. തിരിച്ചു കിട്ടില്ലെന്ന ബോധ്യത്തിൽ കൈക്കരുത്തു കാട്ടിയ നീചന്മാർ. ഇവരിപ്പോഴും വിവിധ സ്റ്റേഷനുകളിലുണ്ട്. അവരെ സർവീസിൽ ഇരുത്തരുത്. ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ, ഞാൻ അത് തന്നെ വീണ്ടും അടിവരയിട്ട് പറയും, ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കും. ഇത്രയും നമുക്കൊന്ന് സഹിക്കാൻ പറ്റണല്ലോ സത്യം. നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുടുംബം എങ്ങനെ സഹിക്കും? അതാണ് പോലീസിനെ നയിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ്. ആ ഉപജാപക സംഘമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത്. എന്തു വൃത്തികേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളതാണ്. സർക്കാർ ഇതിനകത്ത് നേരത്തെ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ്. നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കോൺഗ്രസ് തീരുമാനിക്കാൻ. അവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. ആദ്യം ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട. ഞങ്ങൾ ജയിലിൽ പോയാൽ, ഞങ്ങളല്ല, ഞാനടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിൻ്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല. ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അത് നിയമാനുസൃതമായി അതിനെക്കൊണ്ട് അത് ഫേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻപോട്ട് പോകും. ഒരു മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു പൗരനെ ഇതുപോലെ ചെയ്യൂ? അദ്ദേഹത്തിൻ്റെ മകനോ അദ്ദേഹത്തിൻ്റെ സഹോദരനെയോ ആണ് ഈ അക്രമം നടത്തിയതെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യാം? ഇവര് പോലീസ് ഫോഴ്സിന് നാണക്കേടാണ്. അവർ തുടരാൻ പാടില്ല, പോലീസെ തുടരാൻ പാടില്ല. ഒരു ക്രിമിനൽ സംഘമാണത്, യാതൊരു സംശയവും വേണ്ട. ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഇവരിൽ വിശ്വാസം അർപ്പിക്കും? പോലീസിൽ ക്രിമിനലുകൾ വാഴുന്നുവെന്ന് പറയുമ്പോഴെല്ലാം സേനയുടെ ആത്മവീര്യം തകർക്കരുതെന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരെ ആക്ഷേപിക്കുന്നത് മുഖ്യമന്ത്രി ഇനിയെങ്കിലും നിർത്തണം. പോലീസിലെ അഴിഞ്ഞാട്ടക്കാർക്ക് വളമാവുകയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സേനയുടെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് സ്വയം പരിഹാസ്യനാകരുത്. നിസ്സാര ശിക്ഷയെ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർ അഴിഞ്ഞാടുന്നത്. ഈ 4 പേർക്കുമെതിരെയുള്ള വകുപ്പുതല നടപടി ഉദാഹരണം. വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ദൃശ്യം പുറത്തു വന്നത്. കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ച് അവശനാക്കുന്ന പോലീസിനെ സാധാരണക്കാർക്ക് എങ്ങനെ സമീപിക്കാനാകും? ഇതല്ല പോലീസ്, ഇതാകരുത് പോലീസ്.